വാഹന പാർക്കിങ്ങിനായുള്ള കൊള്ളപ്പിരിവിനെ കുറിച്ചാണ് നമ്മൾ ഇനി വിശദാംശങ്ങളിലേക്ക് കടക്കുന്നത്. ഞങ്ങളുടെ റിപ്പോർട്ടർമാർ വിവിധയിടങ്ങളിൽ നിന്ന് ചേരുന്നു. സാന്ത്വന സാജു, അശ്വിൻ ഡിയാഗോ, അഞ്ജന അനിൽകുമാർ എന്നിവർ വിവിധയിടങ്ങളിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. റെയിൽവേ പാർക്കിംഗ് ഫീസ് ഭീമമായി വർദ്ധിപ്പിച്ചതോടെ ദുരിതത്തിലായി യാത്രക്കാർ. തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ സ്റ്റേഷനുകളിലാണ് ജൂൺ 1 മുതൽ ഫീസ് വർധന പ്രാബല്യത്തിലായത്. നിരക്കിൽ 10 രൂപ മുതൽ 400 രൂപ വരെയാണ് വർദ്ധിച്ചത്. തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ജൂൺ മാസത്തിൽ നിലവിൽ വന്ന റെയിൽവേയുടെ പുതുക്കിയ പാർക്കിംഗ് നിരക്ക് യാത്രക്കാർക്ക് തിരിച്ചടിയാകുന്നു. അമിതമായ ഈ ചാർജ് വർധനവ് പിൻവലിക്കണമെന്ന് യാത്രക്കാരുടെ സംഘടനയായ ഫ്രണ്ട്സ് ഓൺ റെയിൽസ് ആവശ്യപ്പെടുന്നു. 8 മണിക്കൂർ വരെ പാർക്കിങ്ങിന് 15 രൂപ ഈടാക്കിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 50 രൂപയും തുടർന്ന് 8 മണിക്കൂറിന് ശേഷം 24 മണിക്കൂർ വരെ 80 രൂപയുമായാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമാണ് മന്ത്ലി പാസ് അനുവദിച്ചിരുന്നത്. അതാകട്ടെ 200 രൂപയിൽ നിന്നും ഒറ്റയടിക്ക് 600 രൂപയായി ഉയർത്തിയിരിക്കുകയാണ് റെയിൽവേ ചെയ്തിരിക്കുന്നത്. ഈ പകൽക്കൊള്ളയ്ക്കെതിരെ ജനപ്രതിനിധി ഉൾപ്പെടെയുള്ളവർ ശബ്ദമുയർത്തണമെന്നാണ് ഞങ്ങളുടെ വിനീതമായ അഭ്യർത്ഥന. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സാന്ത്വന സാജു ചേരുകയാണ്. സ്വാന്തന, ഒരു സാധാരണക്കാരന്റെ നടുവൊടിക്കുന്ന നടപടിയാണ് ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത്രയും തുക എങ്ങനെയാണ് ഒറ്റയടിക്ക് കൂട്ടുന്നത്? അതും ഇരട്ടിയിലധികമൊക്കെ തുക കൂട്ടിയിരിക്കുകയാണ്. ഇതിൽ വ്യാപകമായി പ്രതിഷേധമുണ്ടോ, പരാതിയുണ്ടോ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്? എത്രയൊക്കെ തുക എങ്ങനെയൊക്കെ കൂട്ടിയിരിക്കുന്നു? റോഷ്നി, 2017 ശേഷം ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഈ റെയിൽവേ സ്റ്റേഷനുകളിലെ പാർക്കിംഗ് ഫീസ് വർധനവ് കൊണ്ടുവന്നിരിക്കുന്നത്. 20 മുതൽ 30% വരെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അത് 10 രൂപ മുതൽ 400 രൂപ വരെ വർദ്ധിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഏറ്റവും ലളിതമായി പറയുകയാണെങ്കിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിരിക്കുന്ന പുതിയ ബോർഡാണിത്. ഇതിൽ 2 മണിക്കൂറത്തേക്ക് ഒരു 2 വീലർ പാർക്ക് ചെയ്യണമെങ്കിൽ 15 രൂപ കൊടുക്കണമെന്നും 4 വീലർ അതായത് കാറുകൾ പാർക്ക് ചെയ്യണമെങ്കിൽ 40 രൂപ കൊടുക്കണമെന്നുമുള്ള ബോർഡാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ ഈ നേരത്തെ ഉണ്ടായിരുന്ന തുക എന്ന് പറഞ്ഞ റോഷ്നി, ഈ 2 വീലർ 2 മണിക്കൂർ പാർക്ക് ചെയ്യാൻ 5 രൂപയായിരുന്നു. അതുപോലെ തന്നെ 4 വീലർ 2 മണിക്കൂർ പാർക്ക് ചെയ്യാൻ 10 രൂപയുമായിരുന്നു. അപ്പോൾ ഇവിടെ 10 രൂപയും ഇവിടെ 30 രൂപയുമാണ് ഒറ്റയടിക്ക് കൂടിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ ഇനിയിപ്പോൾ കാറുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ ഈ 2 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെ, അടുത്ത ഒരു മണിക്കൂർ കണക്ക് എന്ന് പറയുന്നത് 2 മണിക്കൂറിന് ശേഷം 2 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെ എന്നായിരുന്നു. അത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ സമയം കുറച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ കാർ പാർക്കിങ്ങിൽ അല്ലെങ്കിൽ ഈ പാർക്കിംഗ് ഏരിയകളിൽ വണ്ടി വെച്ച് പോകുന്നത് ജോലിക്ക് പോകുന്ന ആളുകളായിരിക്കും. സ്ഥിരമായി വണ്ടി വെച്ച് പോകുന്ന ആളുകൾ, അങ്ങനെ ജോലിക്ക് പോയിട്ട് വരുന്നവരായിരിക്കും. അവർക്ക് സ്വാഭാവികമായ ഒരു ഷിഫ്റ്റിന്റെ സമയം എന്ന് പറയുന്നത് 8 മണിക്കൂറാണ്. അപ്പം ഇവിടെ വണ്ടി വെച്ച് ഷിഫ്റ്റിന് പോയി തിരിച്ച് വന്ന ഈ വണ്ടി എടുത്ത് പോകുമ്പോൾ സ്വാഭാവികമായും 8 മണിക്കൂർ എന്നുള്ളത് കഴിഞ്ഞു പോകും. നേരത്തെ അത് 12 മണിക്കൂറായിരുന്നു. 12 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും ആളുകൾ തിരിച്ചു വന്ന് വണ്ടി എടുത്ത് പോകുമായിരുന്നു. അപ്പോൾ ഈ 2 വീലർ പാർക്ക് ചെയ്യാൻ അപ്പോൾ 10 രൂപയും ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ 4 വീലർ പാർക്ക് ചെയ്യാൻ അപ്പോൾ 20 രൂപയുമായിരുന്നു ഉണ്ടായിരുന്നത്. ആ നിരക്കും ഇപ്പോൾ കൂട്ടിയിരിക്കുകയാണ് റോഷ്നി. അപ്പോൾ സ്വാഭാവികമായി പറഞ്ഞാൽ സ്ഥിരമായി ട്രെയിനിൽ പോകുന്ന ആളുകൾ സീസൺ ടിക്കറ്റ് എടുക്കാൻ മുടക്കുന്ന പൈസയേക്കാൾ കൂടുതൽ പൈസ ഈ റെയിൽവേ പാർക്കിങ്ങിൽ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു ഈ സ്ഥിരമായി വണ്ടി പാർക്ക് ചെയ്ത് പോകുന്നവർക്ക് വേണ്ടി മന്ത്ലി പാർക്കിംഗ് എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു റോഷ്നി. അത് നമ്മൾ ഈ സീസൺ ടിക്കറ്റ് ഒക്കെ ട്രെയിനിൽ എടുക്കുന്നത് പോലെ തന്നെ ഉള്ള ഒരു സംവിധാനമാണ്. നമുക്ക് മനസ്സിലാവുന്ന ഒരു സീസണൽ ടിക്കറ്റ് എടുക്കുന്നതിനേക്കാൾ തുക വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.